ഗുഡ് മോർണിംഗ്. നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് MISനെ കുറിച്ചിട്ടാണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസും ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിൻ്റെ കൂടിയും ഒന്നിച്ചുള്ള ഒരു ഫോമാണ്. മാനേജ്മെൻറ്റും ഇൻഫർമേഷനും സിസ്റ്റവും കൂടി അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് മോഡൽസ് അതിനുള്ളിലുണ്ടാവും. ഒരുപാട് ടൈപ്സ് ഓഫ് മോഡൽസ് എളുപ്പത്തിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രീ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് മോഡൽസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ബേസിക് സ്ട്രക്ചറൽ കോൺസെപ്റ്റ്. എ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ ഓർഗനൈസ്ഡ് കോമ്പിനേഷൻ ഓഫ് people, hardware, communication networks and data sources that collect, transforms and distribute information in an organization. An MIS helps the decision makers by providing timely, relevant and accurate information to managers. The physical components of MIS include hardware, software, database, personnel and procedures. നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ പോയിൻ്റ് തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. MIS approach have been recommended in describing the structure of management information system. An information system can be described in the terms of different elements involved in it. The structure of management information system has no special entity different from other information system. നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഒരുപാട് സ്ട്രക്ചറുകളുണ്ട്. ആ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റ് എലമെൻറ്റ്സ് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് എന്ത്, മാനേജ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ, അതായത് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് പോവാം. ആ സ്ട്രക്ചറുകൾ നമ്മൾ നോക്കാൻ പോവാം. ബേസിക് സ്ട്രക്ചറൽ കോൺസെപ്റ്റ് ഓഫ് MIS. മേജറായിട്ട് നമ്മൾ പറയുന്നത് ഫോർമൽ, ഇൻഫോർമൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതേപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഒരു വ്യക്തമായ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിന് പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഇൻഫർമേഷനാണ് എന്ത്, ഫോർമൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഷ്വൽ ടോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറി, നെയിംലി പബ്ലിക് സിസ്റ്റം ആൻഡ് പ്രൈവറ്റ് സിസ്റ്റം. പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് all the relevant person in the organization can knowledge about the system. The information is available to everyone in the organization who has authority to access it, subject to security measures. പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും, ആർക്കൊക്കെയാണോ ആക്സസ് ചെയ്യാൻ റൈറ്റുള്ള എംപ്ലോയീസ്, അവർക്കെല്ലാവർക്കും കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫർമേഷനാണ് എന്ത്, പബ്ലിക് ഇൻഫർമേഷൻ. അതിന് ഒരു സീക്രട്ട്നെസ് സ്വഭാവം വളരെ കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മളെ കമ്പനിയിൽ ലീവ് പ്രഖ്യാപിക്കുകയാണ്. 2 ദിവസം കമ്പനിയിൽ സ്റ്റോക്കും ക്ലിയറൻസും കാര്യങ്ങളും ആയതുകൊണ്ട് 2 ദിവസം നമുക്ക് എല്ലാവർക്കും ലീവായിരിക്കും. ആ കമ്പനിയിൽ എല്ലാവർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ട് 2 ദിവസം കമ്പനി കംപ്ലീറ്റ് അടച്ചിടുന്നുള്ള പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ടൂറ് പോകണമെന്നോ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. എന്നാൽ വേറൊന്നുണ്ട്, പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓൺ ദി അതർ ഹാൻഡ്, പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ കെപ്റ്റ് ബൈ ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് സിസ്റ്റം മേ ഹെൽപ്പ് ദ supplement the public system. They are both formal and informal system within a public and private system. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പ്രൈവറ്റാണ്.
വിച്ച് മീൻസ് അതിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർട്ടൈൻ ആൾക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ കമ്പനി പറയുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ പബ്ലിക് സിസ്റ്റം ആ പ്രൈവറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ അടുത്തത് ഈ കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ സ്ട്രക്ചറിനെ എങ്ങനെയാണ് വരുന്നത്. ഒരു കമ്പനി ഇതൊരു ബേസിക്കാണ്, ബേസിക് കോമ്പണൻ്റ് ആണ്, ബേസിക് സ്ട്രക്ചറാണ് ഈ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് കമ്പനിയിൽ. അതിൽ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പ്രൈവറ്റ് എന്താണ്, പബ്ലിക് എന്താണെന്ന് പറഞ്ഞു. ഇനി ആ പബ്ലിക്ക് തന്നെ ഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ഇൻഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ മറ്റോടത്ത് നിന്നുണ്ട് ഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ഇൻഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഇൻഫർമേഷനാണത് പബ്ലിക് ഇൻഫർമേഷൻ, എല്ലാവർക്കും അതിനുള്ള ആക്സസ് ഉണ്ടാവും. എന്നാൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീൻ്റെ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഭാഗമായിരിക്കും. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ ആ ഇൻഫർമേഷൻസ് പരസ്പരം ഷെയർ ചെയ്യുള്ളൂ, ആ ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇനി ആ പബ്ലിക്ക് തന്നെ ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഒരു ഒഫീഷ്യൽ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക ഫോർമൽ എന്ന് പറയാം. ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്വൽ മെസ്സേജസ്, ജസ്റ്റ് പബ്ലിക് ടോക്കോ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ത് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഫോർമലി ആയിട്ട് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് പറഞ്ഞ പേരാണത് ഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മളെ കമ്പനിയിലെ എല്ലാവർക്കും നാളെ ലഞ്ച് കമ്പനി വക തരുന്നതാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് തരുന്നത്. ഒരു കമ്പനീൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷനാണെന്ത് ഫോർമലായിട്ടുള്ള ഇൻഫർമേഷൻ. എന്നാൽ ചില മാനേജേഴ്സ് ഉണ്ടാവും ഭയങ്കര കോമഡിയൊക്കെ അടിക്കുന്ന മാനേജേഴ്സ് കയറും. അപ്പോൾ ഒരു എന്താ പറയുക അൺഒഫീഷ്യലായിട്ട് അയാൾ വെറുതെ ഒരു കോമൺ ആയിട്ടുള്ള നമ്മുടെ പബ്ലിക് സിസ്റ്റത്തിന് എല്ലാവർക്കും ഒരു എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ജോക്കോ മെസ്സേജോ കാര്യങ്ങളൊക്കെ അയച്ചെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് ഇൻഫോർമൽ പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി പ്രൈവറ്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കമ്പനിയിലെ ഏറ്റവും പ്രിവിലേജ് ഉള്ള ആൾക്കാരാണ്. ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ആക്സസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിലെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അത് വളരെ ഒഫീഷ്യലായിട്ട് മീറ്റിംഗൊക്കെ നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണിത് ഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഇൻഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒഫീഷ്യൽസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറേ കോമഡി കാര്യങ്ങളൊക്കെ പറയാനും രസകരമായിട്ട് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണത് ഇൻഫോർമൽ പ്രൈവറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് ശരിക്കും കമ്മ്യൂണിക്കേഷനാണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നമ്മളെ ബേസിക് സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ഇനി MISന് മേജറായിട്ട് 4 സ്ട്രക്ചറുകളുണ്ട്. മൾട്ടിപ്പിൾ അപ്രോച്ചസ് ടു MIS സ്ട്രക്ചർ. MISന് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്ട്രക്ചർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാണ്. അവർക്ക് വേണ്ട മോഡൽസ് കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സംഭവമാണത് MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇന്ന് അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും ഈ ഒരു 4 നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന് പുറത്തും ഒരുപാട് സ്ട്രക്ചറുകളുണ്ട് MISന്. ഓരോ കമ്പനിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് MISൻ്റെ സ്ട്രക്ചറുകളിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന MISൻ്റെ സ്ട്രക്ചറാണ്. അതായത് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ അപ്രോച്ചസ് ടു ദ MIS സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ക്യാൻ ബി വ്യൂഡ് ആസ് എ ഡിസ്ക്രൈബ്ഡ് ഇൻ വെറൈറ്റി ഓഫ് വേയ്സ്. ഫോളോയിങ് ആർ ദ വൈഡ്ലി അക്സെപ്റ്റഡ് സ്ട്രക്ചറൽ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ നമുക്ക് പഠിക്കാനുള്ള 4 സ്ട്രക്ചറുകളാണ്. MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് എലമെൻറ്റ്സ് ഒന്നാമത്തെ സ്ട്രക്ചർ. രണ്ടാമത്തത് MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. മൂന്നാമത്തെ സ്ട്രക്ചർ MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. നാലാമത്തെ സ്ട്രക്ചർ MIS സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്. ഈ 4 സ്ട്രക്ചറാണ് നമുക്ക് MISനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ
നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കാന്നുണ്ടെങ്കിൽ ഓരോ സ്ട്രക്ചറുകൾ അതിനുള്ളിലുള്ള കണ്ടൻറ്റുകൾ എന്താണെന്നുള്ളതും അതിൽ MIS ഓരോ സ്ട്രക്ചറിലും MIS എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്.